പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ വർഷം ചാനലിൽ അപ്ലോഡ് ചെയ്ത നിങ്ങൾക്ക് സ്വന്തമായി മൊബൈലിൽ തന്നെ ഓപ്ഷൻ നൽകാൻ സഹായിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോയുടെ ഭാഗമാണ്. ഇനി LBSൻ്റെ അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള കറക്ഷൻ നടത്താനുള്ള സമയമാണ് ലഭിക്കുക. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. പിന്നീടാണ് ഓപ്ഷൻ നൽകാൻ അവസരം ലഭിക്കുക. ഓപ്ഷൻ നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. കൂടാതെയും ഒരുപാട് ചെറിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓപ്ഷൻ നൽകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോയിൽ വിശദീകരിക്കപ്പെടുന്നതായിരിക്കും. ഓപ്ഷൻ നൽകുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകളും വെബ്സൈറ്റ് ലോഗിനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിലെ കോഴ്സിന് നേരെ ഓപ്ഷൻ്റെ നമ്പർ നൽകുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ നൽകേണ്ടത്. അതായത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് 1, 2, 3, 4, 5 എന്ന് ഓപ്ഷൻ നമ്പർ നൽകുക. എന്നിട്ട് സേവ് ചെയ്യുക മാത്രം ചെയ്താൽ മതിയാകുന്നതാണ്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ആദ്യം വിശദീകരിക്കുന്നത്. എല്ലാ കോളേജുകളിലും ഓപ്ഷൻ നൽകാൻ പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുക. ആദ്യ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിക്കുകയാണ് എങ്കിൽ നിർബന്ധമായും ആ ഒരു ഘട്ടത്തിൽ തന്നെ 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ പിന്നീടുള്ള സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. പല സാമ്പത്തിക പ്രയാസമുള്ള വിദ്യാർത്ഥികളും ഇങ്ങനെ ഓപ്ഷൻ നൽകിയിട്ട് പ്രയാസപ്പെട്ടു പോകാറുണ്ട്. അവർ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താതെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോകാറുണ്ട്. തൽക്കാലം ടോക്കൺ ഫീ പേയ്മെൻറ്റ് എങ്ങനെയെങ്കിലും നടത്തിയാൽ മാത്രം പോരാ. തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് പൂർണ്ണമായിട്ടുള്ള ഫീ പേയ്മെൻറ്റ് നടത്തി കോളേജിൽ ജോയിൻ ചെയ്യൽ നിർബന്ധവുമാണ്. കോളേജ് ജോയിനിങ്ങിന് 1 ലക്ഷത്തോളം രൂപയും വരുന്നതാണ്. അപ്പോൾ നിങ്ങളോടായിട്ട് പറയാനുള്ളത്, ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏത് കോളേജിലും ഓപ്ഷൻ നൽകാവുന്നതാണ്. അല്ലാത്ത വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് മാത്രം ഓപ്ഷൻ നൽകുക. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്, ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ്. സാധാരണ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ ആ കോളേജിൽ നിന്ന് ഒരു NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങളെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. പക്ഷേ ചില കോളേജുകൾ ഇങ്ങനെ NOC നൽകാറില്ല. അങ്ങനെ NOC നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഘട്ടം വരും. അതുകൊണ്ട് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പേ തന്നെ അവരോട് ചോദിക്കുക, NOC തരുമോ എന്നുള്ള കാര്യം. NOC തരില്ല എന്നാണ് അവർ പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് ആ കോളേജിൽ വലിയ താല്പര്യവും ഇല്ല എങ്കിൽ അവിടെ ജോയിൻ ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ ഉചിതം. അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യാതിരുന്നാലും നിങ്ങൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പല വർഷങ്ങളിലും പല വിദ്യാർത്ഥികളും NOC ലഭിക്കാതെ താല്പര്യമില്ലാത്ത കോളേജിൽ പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഇപ്പോൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചത്. ഈ വർഷത്തെ LBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൈവ് ഡെമോ വീഡിയോകളായി വളരെ വേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.